ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 15 വർഷം മുമ്പ് ഒരു കുടുംബം എന്ന് പറയണ്ട, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 3 പേരും കൂടി ഒരു ജോത്സ്യനെ കണ്ടു. ജോത്സ്യനെ ഇപ്പോൾ രാഹുലിൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, ഈ യുവാവിന് വലിയ ഭാവിയുണ്ട്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, അധികം വൈകാതെ ഇദ്ദേഹം പ്രധാനമന്ത്രി കസേരയിലെത്തും എന്ന് പറഞ്ഞു. വർഷം 15 കഴിഞ്ഞു, ഇപ്പോഴും ഒരു പ്രതീക്ഷ പോലുമില്ല. അങ്ങനെ ഭരണം കിട്ടാതെ ഭ്രാന്തു പിടിച്ച ഒരു ഇറ്റാലിയൻ കുടുംബത്തിൻ്റെ അട്ടഹാസങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്ന് ചിലർ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങ് തള്ളിക്കളയാമോ? രാഹുൽ ഗാന്ധി ആലോചിച്ചുറച്ച് ചിലതെല്ലാം മനസ്സിൽ കണ്ടല്ലേ കളത്തിലിറങ്ങിയിരിക്കുന്നത്? അല്ല, ഇത് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചിരിക്കുന്നത് അങ്ങേര് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വോട്ടർ പട്ടികയൊക്കെ കാണുന്നത്. നമ്മളിതൊക്കെ പണ്ടേ കണ്ട് ശീലമുള്ളതുകൊണ്ട് നമുക്കിതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഒരാൾക്ക് 2 സ്ഥലത്ത് വോട്ടർ ഉണ്ടാവുക, അതിപ്പോൾ എന്തോ വലിയ സാധനമായിട്ട് എല്ലാവരും എഴുന്നള്ളിക്കുന്നു. ഇത് എത്രയോ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പോൾ കൊച്ചിയിലാണ് താമസം. കൊച്ചിയിൽ എനിക്ക് വോട്ടറുണ്ട്. കുറച്ച് കാലം മുമ്പ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു താമസം. അവിടെ എനിക്ക് വോട്ടറുണ്ടായിരുന്നു. ആ വോട്ടിന് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ലിസ്റ്റിലുണ്ടാവാം. അപ്പോൾ കൊച്ചിയിൽ ഞാൻ രാവിലെ 7 മണിക്ക് വോട്ട് ചെയ്തിട്ട് വിരലിലെ മഷി സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് കഴുകി പോഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ കൂടെ ഭ്രാന്താണ് നിങ്ങൾക്ക്. ആ ഭ്രാന്താണ് രാഹുൽ ഗാന്ധിക്ക് കയറിയിരിക്കുന്നത്. ഇതൊക്കെ ലെജിറ്റിമേറ്റ് ഓപ്പറേഷൻസാണ്. ഒരാൾക്ക് 3-4 സ്ഥലത്ത് വോട്ട് വന്നു എന്ന് വരും. അയാൾ മുൻകൈ എടുത്തത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അതവിടെ കിടന്നു എന്ന് വരും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ റിവൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇതിൽ ഇയാൾ അവിടുത്തെ BLA ഉണ്ടല്ലോ, ബൂത്ത് ലെവൽ ഏജൻറ്റ്, അയാൾ പറയും ഇത് ഈ മോഹൻദാസ് ഇയാളിപ്പോൾ തിരുവനന്തപുരം വിട്ടിട്ട് നാളെ എത്രയായി, അപ്പോൾ ക്യാൻസൽ ചെയ്യും. ഞാനിതൊന്നും അറിയുന്നില്ല. ഇനി ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പോയി അവിടെ കംപ്ലയിൻറ്റ് ചെയ്യണം, ചേട്ടാ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു, എന്നെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കണം. എടോ താൻ കൊച്ചിയിലുണ്ടല്ലോ, കൊച്ചി ക്യാൻസൽ ചെയ്തു, എനിക്ക് തിരുവനന്തപുരം മതി. അപ്പോൾ കൊച്ചി ക്യാൻസൽ ചെയ്ത് തിരുവനന്തപുരമാക്കും. സാധാരണ മനുഷ്യർ ഇതിൻ്റെ പിന്നാലെ പോകാറില്ല. അവർ സ്ഥലം മാറി പോവുകയും അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കെൽട്രോണിൽ ജോലി ചെയ്തപ്പോൾ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്ത് പല പ്രോജക്റ്റിനായിട്ട് വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ട്. 3 വർഷം, 3.5 വർഷം, 4 വർഷം, അപ്പോൾ അടുത്ത പ്രോജക്റ്റ്, അടുത്ത സംസ്ഥാനം, ഇങ്ങനെ. ഈ പോയിടത്തെല്ലാം ഞാൻ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുണ്ട്. അന്ന് ID കാർഡ് ഉണ്ടായിട്ടില്ല. ദൈവം സഹായിച്ച് ഈ രാഹുൽ ഗാന്ധിക്കും കൂട്ടരും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ വോട്ടർ ID കാർഡ് എന്ന് പറയുന്നത് തുടങ്ങിയത് 1993-ലാണ്. രാഹുൽ ഗാന്ധിയുടെ അച്ഛനുണ്ടല്ലോ, രാജീവ് ഗാന്ധി, അങ്ങേര് മരിച്ചു കഴിഞ്ഞ് 93-ലാണ് ഈ കലാപരിപാടി തുടങ്ങുന്നത്, വോട്ടർ ID എന്ന് പറയുന്നത്. അതിനു മുമ്പ് എനിക്ക് ID കാർഡില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുള്ളതിന് ID കാർഡില്ല. ആ ID കാർഡ് ജന്മത്തിൽ എനിക്ക് ആദ്യം തന്നത് താങ്ക് യു അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ഒരു ID കാർഡ് തന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ID കാർഡ് അതാണ്. അത് ഞാൻ വലിയ സന്തോഷത്തോടെ എപ്പോഴും പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. എന്തോ വലിയ ഒരു രേഖ അല്ലേ? അതെ. മറ്റാർക്കും ഇല്ലാത്തൊരു സാധനം. എനിക്കും 1-2 കൂട്ടുകാർക്കും അത് എലീറ്റ് ക്ലബ്ബ് ഞങ്ങളുടെ. അപ്പോൾ ഈ കാർഡ് 93-ൽ തുടങ്ങി 2002 ആയപ്പോൾ ഏകദേശം ഇന്ത്യ മൊത്തം വോട്ടർ ID കാർഡായി. അതും മുഴുവനായിട്ടില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ ഇപ്പോഴും ഇന്നും ഞാൻ പറയുന്നു, വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വോട്ടർ ID കാർഡ് വേണ്ട. നിങ്ങൾക്ക് പാസ്പോർട്ട് വെച്ച് വോട്ട് ചെയ്യാം, പാൻ കാർഡ് വെച്ച് വോട്ട് ചെയ്യാം, ആധാർ കാർഡ് വെച്ച് വോട്ട് ചെയ്യാം. പിന്നെ ഇതുണ്ട്, നിങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫോട്ടോ വെച്ച കാർഡുണ്ടെങ്കിൽ അത് വെച്ച് വോട്ട് ചെയ്യാം. പോസ്റ്റ് ഓഫീസിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ അക്കൗണ്ട് ഫോട്ടോ പതിച്ച പാസ്ബുക്ക് ഉണ്ടെങ്കിൽ ആ പാസ്ബുക്ക് കാണിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഇനി ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്? ഈ വോട്ടർ ID കാർഡ് ഉള്ളപ്പോൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ചട്ടം അങ്ങനെയാണ്. ഈ സാധനത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വോട്ടർ കാണിച്ചു കഴിഞ്ഞാൽ അയാളെ വോട്ട് ചെയ്യാം. ഇനി ഒരു കാർഡും ഇല്ലെന്ന് വെച്ചോ, ബൂത്തിലിരിക്കുന്ന ഏജൻറ്റുമാരെല്ലാം ഇത് TG മോഹൻദാസ് ഞങ്ങൾക്ക് അറിയാവുന്നത് അപ്പുറത്ത് താമസിക്കുന്നതല്ലേ, ഫിനിഷ്. LDF, UDF, BJP അവർ പറയുന്നത് ഹീസ് വെൽ നോൺ. ഈ ലൊക്കാലിറ്റിയിൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. കഴിഞ്ഞു, വോട്ട് ചെയ്യും. അല്ലാതെ നിങ്ങളുടെ വോട്ടർ ID കാർഡ് വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കോളം ഉണ്ടോ അവർക്ക്? ഇല്ല.
ഇത് അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് ഇത് നടന്നു വരുന്നത്. പിന്നെ ഇതിൽ ഈ വക ഒരുപാട് റിപ്പറ്റേഷനും സംഗതിയൊക്കെ വന്നതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വന്നത്. ബീഹാറിൽ ആരംഭിച്ചത്. ബീഹാറിൽ ആരംഭിച്ചതല്ല, 2003 വരെ എല്ലായിടത്തും അത് ചെയ്തു. നെഹ്റുവിൻ്റെ കാലം മുതൽ 2003 അത് നിർത്തി. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് നടപടി, സ്റ്റാഫ് ഒരുപാട് വേണം ഇതിന്. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരോ ഇലക്ഷൻ കമ്മീഷനോ അല്ല. ഇതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള സാധാരണ ജില്ലാ കളക്ടറേയും തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസിലും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഈ BLO എന്ന് പറയുന്നില്ലേ, ബൂത്ത് ലെവൽ ഓഫീസർ. ആരാ ഈ ഓഫീസർ? അങ്കണവാടിയിലെ ടീച്ചർ. ഇതാണ് BLO. അല്ലാതെ ആകാശത്ത് നിന്ന് നരേന്ദ്രമോദി കെട്ടിയിറക്കുന്ന ഓഫീസറൊന്നുമല്ല. നമ്മുടെ കൺമുമ്പിലുള്ള അങ്കനവാടിയിലെ ടീച്ചറാണ് BLO ആയിട്ട് വീടുകളിൽ വന്നിട്ട് ആ നാരായണൻ ചേട്ടനുണ്ട്, തങ്കപ്പൻ ചേട്ടാ എന്താ അത് വോട്ടർ പട്ടികയിൽ പേരില്ല ചേട്ടാ, അയ്യോ ഇല്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, ആ നോക്കുന്നൊക്കെ പറഞ്ഞ് ചേർക്കുന്നു, വിട്ടുപോയവരെ ചേർക്കുന്നു. കുഞ്ഞമ്മായി മരിച്ചുപോയി അല്ലേ, അവരുടെ പേര് വെട്ടിയിട്ടില്ല, അത് വെട്ടിക്കളാം, ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും 1 or 2 എന്തെങ്കിലും കൃത്രിമം നടക്കും, വിട്ടുപോകുന്നതായിരിക്കാം. 73 വയസ്സുള്ള രാഘവൻ മരിച്ചുപോയി. BJPയുടെ ശക്തനായ വോട്ടറാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് ആലോചിക്കുന്നു, രാഘവൻ ചേട്ടൻ മരിച്ചു, തെരഞ്ഞെടുപ്പ് മറ്റന്നാളെയാണ്, രാഘവൻ ചേട്ടന് പ്രാണം പോകാൻ കണ്ട സമയം ഇതാ, ഇനി 2 ദിവസമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ്, ഒരു വോട്ട് നമ്മുടെ കുറഞ്ഞു പോകും, ഒരു അന്തസ്സ് കേടാണ്. അപ്പോൾ എന്തു ചെയ്യും? വേറൊരു കളവനെ വേഷം കെട്ടിച്ചിട്ട് രാഘവൻ പറഞ്ഞ് നല്ല തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ രാഘവൻ ചേട്ടൻ കയറ്റിവിടും. ഇത് സംഗതി അറിയാം, ഏജൻറ്റുമാർക്കും അറിയാം രാഘവൻ ചേട്ടൻ മരിച്ചു പോയി എന്നൊക്കെ. പക്ഷേ ഈ തിരക്ക് വന്നിട്ട് വേഗം തീർക്കുന്ന തീരണമല്ലോ പോളിങ്. ഇതിനിടയ്ക്ക് ഈ കള്ള രാഘവൻ ചേട്ടൻ കയറി വീട്ടിൽ പോകും, ഒരു വോട്ട് ചെയ്തിട്ട് പോകും. ഇതൊക്കെയാണ് ഈ ഇഷ്യൂ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നത്. നമ്പർ 2, ലെജിറ്റിമേറ്റ് ആയിട്ട് എനിക്കിപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം. ഞാൻ ചെയ്യേണ്ടത് തൃശ്ശൂർ പോയിട്ട് ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കുക, തൃശ്ശൂർ വോട്ടർ പട്ടികയിൽ ചേർക്കുക, അവിടെ സ്ഥിരതാമസക്കാരനാണ് എന്ന് സർട്ടിഫൈ ചെയ്യുക, അവിടെ താമസിക്കുക കുറച്ച് ദിവസം. എന്ന് വെച്ച് ജയിലിൽ കിടക്കുന്ന പോലെ അവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം എറണാകുളത്ത് വരികയോ എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യുക. സ്ഥിരതാമസക്കാർ സ്ഥിരം അവിടെ അങ്ങ് അങ്ങനെയൊന്നുമില്ല. സോ ഞാനവിടെ സ്ഥിരതാമസക്കാരനായി ഞാൻ സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് ചെയ്യും. ആകെ ഇതേ ഉള്ളൂ. അവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊച്ചിയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, ഈ ഇൻഡെലിബിൾ ഇങ്ക് ഉള്ളത് കൊണ്ട്. ഇതാണ് ഇതിൻ്റെ ലോക്ക്. അത് പെട്ടെന്നൊന്നും ആ മഷി പോവില്ല. നിങ്ങൾ ഏതെങ്കിലും കെമിക്കലൊക്കെ ട്രൈ ചെയ്തു, നിങ്ങളുടെ തൊലി ഇളകിപ്പോകുന്ന കെമിക്കൽ ഉപയോഗിച്ചാൽ മാത്രമേ ആ സാധനം പോവുള്ളൂ. തൊലി ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. കാരണം വേറൊരു വിരൽ നിങ്ങൾ കാണിക്കുമ്പോൾ ഈ വിരൽ എന്ത് പറ്റിയെന്നുള്ള ചോദ്യം വരും, സംശയം വരും. പിന്നെയും നിങ്ങൾക്ക് ചലഞ്ച് വോട്ട് ചെയ്യാം. ഈ സംശയം നിലനിൽക്കുമ്പോൾ സംശയമുള്ള വോട്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇതൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ ഇതെന്താണ്, ഇത് ആദ്യമായിട്ടാണ് വോട്ടർ പട്ടികയൊക്കെ നോക്കുന്നത്. പിന്നെ വോട്ടർ പട്ടികയിലെ ഫോട്ടോ, എൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ സുനിൽ ഞെട്ടിപ്പോകും. പിള്ളേരെ പേടിപ്പിക്കാൻ പറ്റിയൊരു സാധനം, ഒരു കാട്ടുമാക്കാൻ പോലെ എനിക്ക് തന്നെ കണ്ടാൽ പേടിയാവുന്നത്. ഞാനതുകൊണ്ട് ആ സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പുറത്തെടുക്കാറില്ല. പുറത്തെടുത്ത പ്രശ്നമാണ്. ഇത് ഞാനാണെന്ന് ആർക്കും അറിയാമില്ല. വോട്ടർ ID കാർഡ്, എൻ്റെ വോട്ടർ ID കാർഡ് 2004 or 2005 ഉണ്ടാക്കിയതാണ്. ഫോർട്ട് കൊച്ചി ആഫീസിൽ പോയിട്ട് അവിടെ 1.5-2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. കാരണം ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട്, ഇത് എടുക്കാനുള്ള ആളില്ല. അയാൾ വരാൻ താമസിച്ചു. ഫാനും ഇല്ല, നല്ല ഉഷ്ണകാലം, ഇരുന്ന് വേർത്ത് നാശമായി. ഞാൻ മാത്രമല്ല എല്ലാവരും. ഒടുവിൽ ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ വെയിലത്ത് വേർത്ത് കുളിച്ച് ചൂളി എങ്ങനെയെങ്കിലും ഇത് തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നൊരു മോന്ത. വോട്ടർ ID കാർഡിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചത്തുപോകും തോന്നുന്നു, അങ്ങനെ കണ്ടുമിഴിച്ചിരിക്കുന്നൊരു ഫോട്ടോ. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇത് എന്ത് രാഹുൽ ഗാന്ധിക്ക് എന്താ ഇത്ര കുഴപ്പം എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഇത് ഇളക്കി എല്ലാവരും അതിൻ്റെ പിന്നാലെ. ആ തൃശ്ശൂർ സുരേഷ് ഗോപി വോട്ട് ചെയ്തു, വോട്ട് ചേർക്കുമല്ലോ. സുരേഷ് ഗോപിയുടെ ഭാര്യ, മക്കള്, സഹോദരൻ. ഞാൻ പറയുന്ന അതിനകത്ത് ഇല്ലീഗാലിറ്റി എന്താണെന്ന് ഈ സുനിൽകുമാറൊക്കെ സാമാന്യം കാര്യഗൗരവമുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ ഇല്ലീഗാലിറ്റി എന്താണെന്ന് പറയണ്ടേ?
പാലക്കാടുള്ള ബി ജെ പിക്കാർ, ആലത്തൂരുള്ള ബി ജെ പിക്കാർ, എറണാകുളത്തുള്ള ബി ജെ പിക്കാർ, അങ്കമാലിയിലെ ബി ജെ പിക്കാർ, ഇവരെ എല്ലാം കൊണ്ടുപോയിട്ട് തൃശ്ശൂർ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു. അതിൽ തെറ്റെന്താ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ, അതിലൊരു തെറ്റുമില്ല. ഞാനിത് റൈറ്റ് ഫ്രം 70s സംഘപരിവാറിൽ ഞാൻ നിലവിളിക്കാറുണ്ട്. 2000 വോട്ടിന് 1500 വോട്ടിനൊക്കെയാണ് കെ ജിമാരുടെ കാലത്ത് ഉദുമയിലൊക്കെ തോക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു 1500 പേരെ അവിടെ കൊണ്ടുപോയി ഉദുമയിൽ വോട്ടർ പട്ടികയിൽ ചേർക്കരുതോ? ചേർത്തലയിലൊക്കെ അന്ന് ഞാൻ ചേർത്തലയാണ് താമസം. ഞങ്ങൾ നല്ല കാട്ടായന്മാർ ഒരു 10,000-3000 എണ്ണത്തെ നിന്നെയൊക്കെ ഞങ്ങൾ കാസർഗോഡ് ഉദുമയിൽ ചേർത്തിരിക്കുകയാണ്. ഗോദേർ, അവിടെ നാരായണൻ ചേട്ടൻ്റെ വീട്ടിൽ പോവുക. അവിടെ നിനക്കൊരു മുറിയുണ്ട്, ആ ചായ്പിൽ, അതാണ് നിൻ്റെ മുറി. അവിടെ പോയി താമസിച്ചോ. ഇടയ്ക്ക് ചേർത്തലേക്ക് വരാൻ പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. യു ബിക്കം ദ വോട്ടർ ദെയർ. ദിസ് ഈസ് ലീഗലി പെർമിറ്റഡ്. നമ്മളുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, 2 തവണ പ്രധാനമന്ത്രിയായിരുന്നില്ല, രാജ്യസഭാ മെമ്പറായിരുന്നു. എവിടെ നിന്നാണ് അദ്ദേഹം പാസ്സായത്? ആസാമിൽ നിന്നാണ്. ആസാമിലെ രാജ്യസഭാ MP ആയിരുന്നു മൻമോഹൻ സിംഗ്. ദൈവം സഹായിച്ച അദ്ദേഹം ഒരിക്കലും ആസാമിൽ പോയിട്ടില്ല. ബട്ട് പെർമനൻറ്റ് റെസിഡൻറ്റ് ആസാമിലെ ഒരെണ്ണം കാണിച്ചിട്ട് ഹീ വാസ് എലക്റ്റഡ് ആസ് MP, രാജ്യസഭ MP ഫ്രം ആസാം. ആൻഡ് ദെൻ ഹീ ബിക്കെയിം പ്രൈം മിനിസ്റ്റർ. യു ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് റോങ് വിത്ത് ദാറ്റ്. ഇറ്റ് ഈസ് ലീഗലി പെർമിറ്റഡ്. അന്ന് ഇതിനെ ചൊല്ലി വലിയ വിവാദം ഉണ്ടായതാണ്. മൻമോഹൻ സിംഗ് പെർമനൻറ്റ് റെസിഡൻറ്റ് ഓഫ് ആസാം ആണോ? ആണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞാൽ കഴിഞ്ഞു. എൻ്റെ ഒറിജിനൽ വീട് ആസാമിലാണ്, ഇതാണ് അഡ്രസ്സ് എന്ന് മൻമോഹൻ സിംഗ് സർട്ടിഫൈ ചെയ്താൽ ലീഗലി ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. നിങ്ങൾ ഫിസിക്കലി ആ വീട്ടിൽ തന്നെയാണോ, അതിൻ്റെ അടുക്കളയിലാണോ താമസം എന്നുള്ളത് പ്രശ്നമല്ല. അല്ല, ഇതൊക്കെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാം. അതെ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ 300 MPമാരുമായി പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ പോവാണ്? എന്താണ്? വാട്ട് ഈസ് ഹാപ്പനിങ്? അയാൾ ഒപ്പിട്ട്, രാഹുൽ ഗാന്ധി ഒപ്പിട്ട് ഒരു കടലാസ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കില്ല. കൊടുത്താൽ അങ്ങേര് കുടുങ്ങും. സോ അങ്ങേരിപ്പോൾ ഈ സോറോസിൻ്റെ നാടകം കളിക്കുകയാണ് സ്ക്രിപ്റ്റ് അനുസരിച്ച്. ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നശിപ്പിക്കുക, പാർലമെൻറ്റിൻ്റെ വിശ്വാസ്യത നശിപ്പിച്ചു കഴിഞ്ഞു. പാർലമെൻറ്റ് നടക്കാൻ സമ്മതിക്കാറേയില്ലല്ലോ. എല്ലാ ദിവസവും സഭ കൂടും, അഡ്ജേൺ ചെയ്യും, പിറ്റേ ദിവസം കൂടും, അഡ്ജേൺ ചെയ്യും. പാർലമെൻറ്റിനെ നശിപ്പിച്ചു. സുപ്രീം കോടതി ചോദിച്ചു, താൻ എവിടുത്തുകാരനാണോ എന്ന് ചോദിച്ചു. താൻ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നില്ല തൻ്റെ വാചകടി കേട്ടിട്ട് എന്ന് ചോദിച്ചു. സുപ്രീം കോടതിക്കെതിരെ വലിയ ലേഖനം എഴുതി KC വേണുഗോപാൽ. മിനിഞ്ഞാന്നത്തെയോ 3 ദിവസമായി മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ മാതൃഭൂമി. എനിവേ, സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുതി. അപ്പോൾ അതിൻ്റെ വിശ്വാസക്കാർക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊള്ളില്ലാത്ത ജനങ്ങളിൽ ഇങ്ങനെ വരും. കാരണം ഈ 1993 വോട്ടർ ID കാർഡ് തുടങ്ങിയതെന്നും ഈ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ക്രമക്കേടുകൾ ഉണ്ടാകാറുണ്ടെന്നും അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ജനറേഷണൽ ചേഞ്ച് വന്നില്ല. പണ്ട് ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. കാരണം ഈ BLA ആയിട്ട് ബൂത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തരെയും തിരിച്ചറിയാൻ ആൾക്ക് ഇപ്പം വന്നു കഴിയുമ്പോൾ നാരായണൻകുട്ടിയാടാ, അത് നമ്മുടെ കേശവപിള്ളയുടെ മകൻ, വോട്ട് ചെയ്യിച്ച് വിട്. ഇത് പറയുന്നത് CPM-കാരനായിരിക്കും, കോൺഗ്രസ്സുകാരന് ഇവനെ പരിചയമില്ല. ബട്ട് CPM-കാരനെ അറിയാമെന്നുള്ളതുകൊണ്ട് നാരായണൻകുട്ടി വോട്ട് ചെയ്യും. നാരായണൻകുട്ടി ചിലപ്പോൾ BJP-ക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്. അതവർക്ക് പ്രശ്നമില്ല. ഈ വോട്ടറെ നമ്മൾ അറിയുമോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഇത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് അറിഞ്ഞുകൂടാത്തൊരു തലമുറ, അതിൽപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടിക ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങേർക്ക് ഇതൊക്കെ പുതുമയാണ്. ഒരു വീട്ടിൽ 9 പേര് ഉണ്ടാകും, ഒരു ഫ്ലാറ്റിൽ 70 പേര് ഉണ്ടാകും. ദേ ആർ ഗിവിങ് ആൻ അഡ്രസ് ദെയർ പെർമനൻറ്റ് റെസിഡൻസ് ഇവിടെയാണെന്ന് അവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓവർ. അതല്ലാന്ന് നിങ്ങൾക്ക് തെളിയിച്ച ആ വോട്ടറെ പുറത്താക്കാനുണ്ടല്ലോ, വലിയ പ്രയാസമാണ്. നമ്പർ 2, വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടെങ്കിൽ എൻ്റെ പേരിൽ, ഇപ്പം അങ്ങനെ പുറത്ത് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്താ, ആദിത്യ ശ്രീവാസ്തവ. ഈ ആദിത്യ ശ്രീവാസ്തവയ്ക്ക് പരാതി ഉണ്ടെന്ന് ചോദിക്കുക. എൻ്റെ പേര് 10 സ്ഥലത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു, ഏതെങ്കിലും ഒന്നാക്കി തരണം. ഓക്കെ, ഹീ ക്യാൻ കംപ്ലൈൻ. ഹൂ ഈസ് രാഹുൽ ഗാന്ധി ടു കംപ്ലൈൻ ഓൺ ബിഹാഫ് ഓഫ് ആദിത്യ ശ്രീവാസ്തവ? നമ്പർ 2, വോട്ടർ പട്ടികയിൽ കൃത്രിമം ചെയ്താണ് സുരേഷ് ഗോപി ജയിച്ചതെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് കേസിന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു അമ്മച്ചിയെ കാണിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് 9 വോട്ടറുണ്ട്, അവരാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ. ദാറ്റ് ഈസ് ഓൾ.
സുനിൽകുമാറിന് പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിനകം സുനിൽകുമാർ പരാതി ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കണം. ഇലക്ഷൻ പെറ്റീഷൻ ഒരു പൊതു താല്പര്യ ഹർജി അല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിലൊരു പൊതു താല്പര്യമില്ല. സ്ഥാനാർത്ഥിമാർ കണ്ടസ്റ്റൻ്റ് തമ്മിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. യു കനോട്ട് ഹാവ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഓൺ എലക്ഷൻ. സ്ഥാനാർത്ഥികളുടെ പരാതി തന്നെ 45 ദിവസത്തിനകം കൊടുക്കണം. 45 ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ റെക്കോർഡുകൾ നശിപ്പിക്കുന്ന അതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് വീഡിയോ എവിടെ? ഇവിടെ നിതാന്തകാലം വീഡിയോ വെച്ചുകൊണ്ടിരിക്കുമോ? 45 ദിവസം വെച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കേസുണ്ടെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിലെ വീഡിയോ പിന്നെയും പെൻഡിങ്ങിൽ വയ്ക്കും, ബാക്കിയുള്ളത് നശിപ്പിക്കും. അല്ലെ 45 ദിവസം എന്നുള്ള ടൈം ലിമിറ്റ് കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയതാണ്. എല്ലാ നിയമങ്ങളും കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയതാണ്. ഈ 3 കമ്മീഷണർമാരുടെ സംവിധാനം കൊണ്ടുവന്നതാരാ? കോൺഗ്രസ്സാണ്. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷനായപ്പോഴാണല്ലോ ഒരു വലിയ ബഹളം നടന്നത്. TN ശേഷന് മൂക്കുകയറിടാൻ വേണ്ടിയിട്ടാണ് 3 പേരുടെ കമ്മീഷൻ വന്നത്. അതിനു മുമ്പ് ഒരു കമ്മീഷനേ ഉള്ളൂ, രമാദേവി, പെരി ശാസ്ത്രി. TN ശേഷൻ വന്നു കഴിയുമ്പോൾ TN ശേഷൻ ഒരു നിരത്തി. അപ്പോൾ ഇയാളെ മൂക്കുകയറിടാനായിട്ട് 2 പേരെ കൂടെ വെച്ചു. അങ്ങനെയാണ് 3 പേരുടെ കമ്മീഷൻ വരുന്നത്. ഇതൊക്കെ എന്തൊരു അല്ല ചേട്ടാ, ഞാൻ പറയും, ഇന്ത്യൻ ഇലക്ഷനിൽ നടന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരം. ഒരു സ്ഥാനാർത്ഥി മരിക്കുന്നു, ആ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും അല്ലേ? ഒരു സ്ഥാനാർത്ഥി മരിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാനാർത്ഥി മരിച്ചപ്പോൾ ഇന്ത്യ മൊത്തം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ആ ചരിത്രവും കോൺഗ്രസിൻ്റെയാണ്. TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുമ്പോൾ മരിച്ച സ്ഥാനാർത്ഥി രാജീവ് ഗാന്ധി. എന്തിനാണ് ഇന്ത്യ മൊത്തം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്? കോൺഗ്രസ് രാജീവ് ഗാന്ധി മരിക്കുകയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്ന റായ്ബറേലിയോ അമേഠിയോ വാട്ടെവർ ഇറ്റ് ഈസ്, അവിടുത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം. ചട്ടം അങ്ങനെയാണ്. ഇന്ത്യ മൊത്തം തെരഞ്ഞെടുപ്പ് 22 ദിവസത്തേക്ക് മാറ്റിവെച്ചു TN ശേഷൻ. എന്നിട്ട് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം എഴുന്നള്ളിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് സഹതാപ വോട്ട് അതൊക്കെ ഉണ്ടാക്കി. ബാക്കി പാർട്ടികൾ നിസ്സഹായരായിട്ട് നോക്കിക്കൊണ്ടു നിന്നു. ജനാധിപത്യം മരിച്ചൊന്നുമില്ല. ജനാധിപത്യം ഇങ്ങനെ കള്ളു കുടിച്ച് തലയിൽ വട്ടക്കെട്ടും കെട്ടി റോഡിൽ നിൽക്കുകയായിരുന്നു അന്നേരം. വാട്ട് ഫൂളിഷ്നെസ് ഇത്! എന്നിട്ട് ബോധമില്ലാത്ത പോലെ ആൾക്കാർ ഇതിനെ അങ്ങ് പിന്തുണയ്ക്കുന്നു. ഹീ ഈസ് നോട്ട് ഗോയിങ് ടു സസ്റ്റെയിൻ. അങ്ങേരുടെ വിചാരം ഇലക്ഷൻ കമ്മീഷനെതിരെ ജനം റോട്ടിലേക്ക് ഇറങ്ങും. ഇനിയിപ്പോൾ നോക്കിക്കോ, ഈ പൊട്ടൻ എന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്. ഈ പൊട്ടൻ അടുത്ത പത്രസമ്മേളനം നടത്തും. കുറച്ച് കള്ളനോട്ട് 500 രൂപയുടെ, കുറച്ച് നല്ല നോട്ട് എന്നിട്ട് കാണിക്കും. അതായത് കള്ളനോട്ട്. എനിക്ക് റിസർവ് ബാങ്കിൻ്റെ സത്യാവസ്ഥ അറിയണം. റിസർവ് ബാങ്ക് പറയും ബ്രിങ് ഇറ്റ് ഹിയർ. നിങ്ങൾ കള്ളനോട്ട് കൈവശം വയ്ക്കുന്നതിന് കുറ്റകരമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തു, ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ പോകില്ല. റിസർവ് ബാങ്ക് അടിച്ച നോട്ടുകളുടെ മുഴുവൻ നമ്പർ എഡിറ്റബിൾ ഇലക്ട്രോണിക് ഡാറ്റ ആയിട്ട് എനിക്ക് തരണം. എനിക്ക് കമ്പയർ ചെയ്യണം, എനിക്കതിൽ നോക്കണം. ഇതിലെ മഹാത്മാഗാന്ധി നോക്ക്, ഈ മഹാത്മാഗാന്ധിക്ക് കഷണ്ടി കൂടുതലാണ്, അടുത്ത നോട്ടിൽ കഷണ്ടി ശകലം കുറവാണ്. എനിക്കത് നോക്കണം. ജനങ്ങൾക്ക് നോക്കാനുള്ള അവകാശമുണ്ട്. ഒരു ചുവന്ന പുസ്തകം എടുത്ത് കാണിക്കും, ഭരണഘടന തട്ടിക്കളയും ഞാൻ. എന്ത് ചെയ്യും റിസർവ് ബാങ്ക്? റിസർവ് ബാങ്കിൻ്റെ വിശ്വാസ്യത ഈ മനുഷ്യൻ നശിപ്പിക്കും. അല്ല, ഇവിടെ യു ടേക്ക് ഇറ്റ് ഫ്രം മീ, ഹി ഈസ് ടാർഗറ്റിംഗ് ത്രൂ ഹിം. സോറോസ് ഈസ് ടാർഗറ്റിംഗ് എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ. 72 or 74% ആയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭൂരിപക്ഷം, അവർക്ക് കിട്ടിയ വോട്ട്. അങ്ങനെയുള്ള അവരെ ബഹളം വെച്ച് നാട് കടത്തിയ ടീമാണ് സോറോസ് ടീം. ദേ ആർ എക്സാക്ട്ലി ട്രൈങ് സെയിം തിങ് വിത്ത് നരേന്ദ്രമോദി. ഇതാണിപ്പോൾ നടന്നുകൊണ്ട്. അല്ല, എൻ്റെ ഒരു സംശയം, ചേട്ടൻ പറഞ്ഞല്ലോ നമ്മുടെ സുപ്രീം കോടതി, പാർലമെൻറ്റ്, ഇലക്ഷൻ കമ്മീഷൻ, ഇനി RBI. അങ്ങനെ നമ്മുടെ സംവിധാനങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഒന്നൊന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇങ്ങനെ അഴിച്ചുവിടുന്ന ഒരു ഭരണകൂടം എന്തിനാണ്? ലുക്ക്, ഒരു അടിയന്തരാവസ്ഥ പോലെ മോദിക്ക് പെരുമാറാൻ പറ്റും. അതിനുള്ള അധികാരവും മോദിക്കുണ്ട്. ബട്ട് ഹിസ് ഡെമോക്രാറ്റിക് സെൻസ് വിൽ നോട്ട് അലൗ ദാറ്റ്. പക്ഷേ രാജ്യത്തിനുണ്ടാകുന്ന ഡാമേജോ ഈ പറയണ മാതിരി ഡാമേജ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പുതിയ നമ്പറുകളുമായിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. എന്തെല്ലാം ആ മനുഷ്യൻ ട്രൈ ചെയ്തു. ചൗക്കിദാർ ചോർ ഹേ ഇത് ചെയ്തു, നടന്നില്ല. റഫാൽ വൻ ബഹളമായിരുന്നു, നടന്നില്ല. അദാനി. ഇപ്പം എവിടെ പോയി അദാനി? നടന്നില്ല. ഒരു നമ്പറും നടത്താൻ പറ്റുന്നില്ല. ഭാരതീയർ അതിന് കൂട്ടു നിൽക്കുന്നില്ല. ഇപ്പോഴും ഈ ബഹളമായിട്ട് നിൽക്കുന്നത് മാധ്യമങ്ങളുടെ പിന്തുണയോടെയാണ്. വിശിഷ്യ കേരളത്തിൽ
തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നാളെ എത്രയായി? എന്നിട്ട് ഇപ്പോൾ സുനിൽകുമാർ എണീറ്റ് വരുന്നു. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ ബഹളം ടി വിയിൽ നടക്കുന്നു. അപ്പോൾ ഇരിക്കട്ടെ, ഒരു ചക്കാത്തിനൊരു ഗുണ്ട് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റടിക്കാരനെ പിടിക്കുമല്ലോ, പോക്കറ്റടിക്കാരനെ എല്ലാവരും കൂടെ ഇടിക്കും. അപ്പോൾ വെറുതെ പോകുന്ന ഞാനും കയറി ഒരു ഇടി ഇടിക്കും. അതിനാണ് ചക്കാത്തിടി എന്ന് പറയുന്നത്. അങ്ങനെ സുനിൽകുമാർ ഒരു ചക്കാത്തിന് ഇടി ഇടിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും ഡാറ്റ കയ്യിലുള്ള ആള് തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കണ്ടേ? അതെ, ഇല്ല. ഇതെല്ലാം ഈ ഹൈവാഷാണ്, ചുമ്മാ മാധ്യമങ്ങളിലിട്ട് കറക്കുന്ന. എങ്ങനെ അവസാനിക്കും ഇതെന്തായിരിക്കും ഇതിന്റെ പരിസമാപ്തി? അയ്യോ, അത് വേറെ എന്തെങ്കിലും വാർത്ത വരുമ്പോൾ തീർന്നോളൂ. അത്രേ ഉള്ളൂ. പിന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.